നമ്മൾ നല്ലതുപോലെ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ ജീവിത വിജയത്തിലേക്കുള്ള നമ്മുടെ സ്വപ്നം. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നല്ലതുപോലെ ആലോചിച്ചെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ ശരിയായിരിക്കുമോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഹാജിയാരെ പറ്റിയിട്ടുള്ളൊരു കഥയുണ്ട്. അത് വേറൊന്നുമല്ല. അതായത് ഹാജിയാർക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ഈ പശുവിൻ്റെ കൊമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞിട്ടാണ്. രണ്ട് കൊമ്പുകളും ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ രണ്ട് അറ്റവും തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു വലിയ റൗണ്ട് പോലെയാണ്. അപ്പോൾ ഹാജിയാരാണ് ഈ പശുവിനെ പുല്ല് തീറ്റിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ ഹാജിയാർ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ കൊമ്പിൻ്റെ ഇടയിൽ കൂടെ ആചാര്യയുടെ തല എങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയാൽ എങ്ങനെ തല കടക്കുമോ എന്നറിയാൻ ആയിട്ട് ആചാര്യക്ക് ഒരു ചെറിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ തല ഇതിൻ്റെ കൊമ്പിൻ്റെ പശുവിൻ്റെ കൊമ്പിൻ്റെ അകത്തേക്ക് കടക്കുമോ, അങ്ങനെ കടത്തി നോക്കാനായിട്ട് വളരെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു മോഹമായിട്ട് ഇതിങ്ങനെ ആചാര്യയുടെ മനസ്സിൽ വളർന്നു. ഒരു ദിവസം ആചാര്യ രണ്ടും കൽപ്പിച്ച് പശുവിൻ്റെ ഈ കൊമ്പിനകത്തൂടെ തല കയറ്റിയപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവമായതുകൊണ്ട് ആചാര്യ ഇങ്ങനെ തല കൊമ്പിനകത്ത് കയറ്റുന്നത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പശു എന്താണ് ഇത് സംഗതി എന്നറിയാതെ പെട്ടെന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ആചാര്യയുടെ കഴുത്ത് കൊമ്പിൻ്റെ ഇടയിലും പശുവിൻ്റെ ഓട്ടവും ഒക്കെ കൂടി ആചാര്യം കൊണ്ട് പശു ജീവൻ മരണ ഓട്ടമായി. അങ്ങനെ ആളുകളൊക്കെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഓടിക്കൂടിയിട്ട് പശുവിനെ പിടിച്ച് ആചാര്യയുടെ കഴുത്തൊക്കെ കുറച്ച് ഒടിഞ്ഞുപോയി. അങ്ങനെ ആചാര്യ പിടിച്ച് താഴത്തിറക്കി. എന്നിട്ട് ആചാര്യോട് ആളുകൾ ചോദിച്ചു, എന്തൊരു മനുഷ്യനാണ് ആചാര്യങ്ങൾ, ഒരു സംഗതി ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ, അത് നിങ്ങൾ പറയരുത്. ആചാര്യ പറയാണ്, എത്രയോ ദിവസം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. അതേപോലെയാണ് തീരുമാനം എന്ന് പറയുന്നത് മുഴുവൻ വളരെ ആലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനം മുഴുവൻ കറക്റ്റായിക്കൊള്ളണമെന്നില്ല. ഇതേ ആചാര്യരെ പറ്റി തന്നെ വേറൊരു കഥയുണ്ട്. ആചാര്യയുടെ കയ്യിലൊരു പശു ഉണ്ടായിരുന്നു. ഈ പശു എന്ന് പറയുന്നത് എല്ലാവരെയും കുത്തും, വരുന്നവരെയും പോകുന്നവരെയും കാണുന്നവരെയും ഒക്കെ കുത്തും, കൊമ്പ് കൊണ്ട് കുത്തും. അപ്പോൾ പേടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. ആചാര്യ ഭയങ്കര വീരവാദം മുഴക്കി ഒരു ദിവസം, ആരെ കുത്തിയാലും നമ്മളെ പശു കുത്തൂല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. നമ്മൾ പശുവിൻ്റെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞു. പശുവിൻ്റെ അടുത്ത് പോയാലല്ലേ കുത്തുള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ആര് ആലോചിച്ച് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് സ്വന്തമായി ആലോചിച്ചൊരു തീരുമാനമെടുക്കാൻ നമുക്ക് ഭാവനയില്ലെങ്കിൽ അതുള്ളവരോട് ചർച്ച ചെയ്ത് നമ്മളിലുള്ള കഴിവുകളും നന്മകളും തിന്മകളും കൂട്ടിയും കുറച്ചും മനസ്സിലാക്കി തരുവാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവരോട് സംസാരിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് നമ്മുടെ സ്വപ്നമാക്കി മാറ്റിയാലും മതി.